പാലക്കാട് കുഴൽമന്ദത്ത് ചികിത്സാ പിഴവെന്ന് പരാതി. കുളവൻമുക്ക് സ്വദേശിനി അലീമയ്ക്ക് കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ ഇടതുകാൽ തളർന്നെന്നാണ് പരാതി. കുടുംബത്തിന്റെ പരാതിയിൽ DMO അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 22-നാണ് ആർത്തവ വയറുവേദനയെ തുടർന്ന് കുഴൽമന്ദം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അലീമ ചികിത്സ തേടിയത്. മാർച്ച് 22-ാം തീയതി ഇവിടെ കുഴൽമന്ദം ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ വെച്ചിട്ടായിരുന്നു. കാല് തീരെ നടക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ഇക്കാന്റെ സപ്പോർട്ടിലാണ് ഇതുവരെ നടന്നത്. പിന്നെ ഉമ്മ മക്കളൊക്കെ കൂടെ സഹായിച്ചിട്ടാണ് പോണത്. കാര്യം പണിക്ക് പോകാൻ പറ്റില്ല. ഒരാളുടെ കീഴിൽ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഡോക്ടറെ കണ്ടിരുന്നോ? പിന്നീട് ആലത്തൂർ പോയി കണ്ടു, കോപ്പർട്ടിയിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി തൃശ്ശൂര്. അവിടെ ഒന്നും പോയിട്ട് ശരിയായില്ല. കോപ്പർട്ടിയിൽ പോയപ്പോ പറഞ്ഞു മെയിൻ നരമ്പിൽ തട്ടിയിരിക്കുകയാണ്. പിന്നെ കരുണ മെഡിക്കലിൽ 6 ദിവസം കടന്നു. 6 ദിവസം കടന്ന് ഡിസ്ചാർജ് ആയി വന്നു. എന്നിട്ട് എന്റെ കാല് ശരിയായില്ല. ഇപ്പൊ പാലയിലാണ് കാണിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സർക്കാർ നൽകണമെന്നും ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഭർത്താവ് ഫിറോസ് ആവശ്യപ്പെട്ടു. ഞാൻ ആലത്തൂർ ആശുപത്രി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാലക്കാട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണിച്ചു. ഇപ്പോൾ കരുണ മെഡിക്കലിൽ കാണിച്ച് 6 ദിവസം കിടക്കുകയൊക്കെ ചെയ്തതായിരുന്നു. MRI തൊട്ട് പല ടെസ്റ്റുകളെല്ലാം നടത്തി. പിന്നെ ലാസ്റ്റ് പാലനിയിലാണ് ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റിന് ഇനി മുന്നോട്ട് പോയി എന്നെ കൊണ്ടാവില്ല. ട്രീറ്റ്മെൻറ്റിന് പോകാൻ സ്പേസ് ചെയ്യും. എനിക്ക് നഷ്ടപരിഹാരം എന്തായാലും ഈ പാരമ്പര്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. പ്രജിത്ത്, ഇത് സംസ്ഥാനത്തെ ഈ സർക്കാർ ആശുപത്രികളിൽ ഇതുപോലുള്ള ചികിത്സാ പിഴവ് ഒറ്റപ്പെട്ട സംഭവമല്ല. പല രീതിയിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഇത് ഒരു വയറുവേദനയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതിക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ഈ പരാതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്ക് സാധ്യതയുണ്ടോ? കഴിഞ്ഞ 22-നാണ് ഈ വയറുവേദനയായിട്ട് കുഴൽമന്ദത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സ തേടി യുവതി അവിടെ എത്തുന്നത്. അപ്പോൾ ഈ ചികിത്സയ്ക്ക് ശേഷം 2 ഇഞ്ചക്ഷനുകളാണ് നൽകിയത്. ഒന്ന് കയ്യിലും ഒന്ന് ഇടുപ്പിലുമാണ് നൽകിയത്. അതിനുശേഷം തിരിച്ച് വേദന മാറിയ ശേഷം ഇവർ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് ഇടതുകാൽ ശേഷിക്കുറവ്, അതായത് നമുക്ക് അനക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കും അതിലേക്ക് രക്തഓട്ടം കുറവ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കാല് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് തുടർ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന സമയത്ത് അത് വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് കാലിന് ഈ പ്രശ്നം വന്നതാണെന്ന് ആദ്യം ഡോക്ടർമാർ പറയുന്നത്. അതിനുശേഷം ഇവർ ജില്ലാ ആശുപത്രിയിലേക്കും തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും പോയി. പിന്നെ മെഡിക്കൽ കോളേജിലേക്കും പോയ ശേഷവും ഇത് പ്രാഥമികമായി അറിയുന്നത് ഈ ഇഞ്ചക്ഷൻ വെച്ചതിന്റെ പൊസിഷൻ മാറിപ്പോയി എന്നാണ് DMOയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ യുവതി പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയ്ക്ക് വലിയൊരു തുക വരുന്നുണ്ട്. ഇവർ തീർത്തും നിർധനായ കുടുംബത്തിലാണ്. കൂലിപ്പണിയാണ് ഇവരുടെ ഭർത്താവിന്. അപ്പോൾ ഇത്രയും വലിയ തുക ഇവർക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് ആശുപത്രിയുടെ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് ഇവർ പോലീസിലും അതുപോലെ തന്നെ DMOയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായും നമുക്കറിയാം പ്രജിത്ത്, കാരണം ഇതിനു മുൻപൊക്കെ സമാനമായ രീതിയിലുള്ള, അതായത് വയറ്റിൽ കത്രിക മറന്നു വെച്ച സംഭവം ഉൾപ്പെടെ നിരവധി രോഗികൾ ചികിത്സ തേടി എത്തിയപ്പോൾ മരിച്ച സംഭവങ്ങളടക്കം ഇതുപോലുള്ള ആശുപത്രികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു നടപടിയും ഈ കുറ്റക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ കുടുംബത്തിൻ്റെ തീരുമാനം എന്താണ്? ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണോ, നിയമപരമായി മുന്നോട്ട് പോവുകയാണോ? ഇവരുടെ ആവശ്യം ഈ സ്വാഭാവികമായും ഒരു നിർധന കുടുംബമാണ്, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ തുടർ ചികിത്സയ്ക്കെങ്കിലും ഒരു സഹായം സർക്കാർ ചെയ്യേണ്ടതല്ലേ? ഇവർ ഇപ്പോൾ കുഴൽമന്ദം പോലീസിലും അതുപോലെ തന്നെ DMOയ്ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ തുടർ ചികിത്സയ്ക്കുള്ള പൈസ സർക്കാർ ഏറ്റെടുക്കണം. ചികിത്സാ പിഴവ് മൂലം ഉണ്ടായ കാലിന് ശേഷിക്കുറവാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഡോക്ടർമാരും DMOയുടെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഇഞ്ചക്ഷൻ വെച്ചതിന്റെ പൊസിഷൻ മാറിയത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് എന്നും പറയുന്നു.
അപ്പൊ അതുകൊണ്ട് ഇനി തുടർ നടപടികൾ പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. യെസ്, വ്യക്തമാണ്. പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.